വിശാലമായ ഭവനമുണ്ടായിട്ടും വീടിൻ്റെ മുന്നിൽ വിലപിടിപ്പുള്ള വാഹനങ്ങളുണ്ടായിട്ടും രാത്രിയിൽ ഒന്ന് സ്വസ്ഥമായി സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാത്തവർ, ഏത് ചൂടിനെയും തണുപ്പിക്കാൻ കഴിയുന്ന ശീതീകരണ സംവിധാനങ്ങളുണ്ടെങ്കിലും മനസ്സിൻ്റെ അസ്വസ്ഥതകളെ തണുപ്പിക്കാൻ കഴിയുന്നില്ല. എന്താണ് സഹോദരങ്ങളെ അതിൻ്റെ കാരണം? ഭവനം മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ തുരുത്ത് എന്നാണ്. ഭാര്യയും മക്കളും മാതാപിതാക്കളും കുടുംബങ്ങളുമെല്ലാം ഒരുമിച്ച് കൂടുന്ന ഭവനം. 5 പേരുണ്ടെങ്കിൽ 5 പേരുടെ കയ്യിലും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാകും. അവർ നിശബ്ദരായി അവരവരുടെ കാര്യങ്ങളിലേക്ക് കടക്കും. ആരും ആരോടും സംസാരിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ അനുചരന്മാരെ, റസൂലിൻ്റെ അനുചരന്മാരെ പഠിപ്പിച്ചു. അർബഉ മിനസ് സഅദ, 4 കാര്യങ്ങൾ ഒരു ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ വിജയത്തെ ആശംസിക്കുന്നതാണ്. ഒന്നാമത്തത് അൽ മർഅത്തു സ്വാലിഹ, സദ്വൃദ്ധയായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയാണ്. മദ്യപാനമില്ലാത്ത, ലഹരിയില്ലാത്ത ഒരു ജീവിത പങ്കാളി. മോശമായ ചാരിതാർത്ഥ്യവും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു ഭാര്യ. വൽ മസ്കനുൽ വാസിഉ, വാടകയ്ക്കല്ല, സമാധാനത്തോട് കഴിയാൻ പറ്റുന്ന ഒരു ചെറിയ കുടിലാണെങ്കിലും. വൽ ജാറു സ്വാലിഹ്, സദ്വൃദ്ധയായ ഒരു നല്ല അയൽവാസി. വൽ മർക്കബുൽ ഹനീ, എവിടെയും യാത്ര ചെയ്യാൻ കഴിയുന്ന സമാധാനമുള്ള ഒരു വാഹനം. ഇതെല്ലാം ഒരു സൗഭാഗ്യവാൻ്റെ അടയാളമായി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹു അത്തരണത്തിൽ ആക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.